ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലത്തെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് 10 മണിയോട് എടുക്കുമ്പോഴാണ് ഇപ്പോൾ മാർക്കറ്റിൽ സജീവമാവുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ. നമ്മൾ മുമ്പ് തന്ന ലെവലുകൾ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ മുമ്പത്തെ ദിവസങ്ങളൊക്കെ ഷെയർ ചെയ്ത ലെവലുകളാണത്. അപ്പോൾ പ്രൈസ് ഇനി അങ്ങോട്ട് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഒന്ന്, ഇവിടുന്ന് ഇന്നത്തെ റേഞ്ച് ആണ് ഇന്നത്തെ മാർക്കറ്റെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ളൊരു സാധ്യത. മറ്റൊന്ന് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തിട്ട് ഇതിന് താഴേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലെവൽ വരെയുള്ള ഒരു റാലി. ഇപ്പോൾ ആൾറെഡി മാർക്കറ്റ് 1% താഴെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പെട്ടെന്നുള്ള താഴേക്കുള്ളൊരു ഫാള് നിൽക്കുക എന്ന് പറയുന്നത് ലോജിക്കലല്ല. അപ്പോൾ അവിടെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ആണ് നോക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം മാർക്കറ്റ് മൂവ് ചെയ്ത് ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഈ ഹൈൻ്റെ മുകളിൽ ഹൈ, പിന്നെ അവിടുന്ന് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതെല്ലാം അവിടുത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നില്ലെങ്കിൽ, ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ പറ്റി അറിയാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ സ്വിങ്, ഇപ്പോൾ ലാസ്റ്റ് സ്വിങ് ഇതാണ്. അപ്പോൾ ഈ സ്വിങ്ങിന് മുകളിലേക്ക് ഒരു റാലി പോകണം. അപ്പോൾ ഒരു പുതിയ, ഇപ്പോൾ ഇവിടെ ലോവർ ഹൈ ആണ്, ഇതൊരു ഹൈ, ലോവർ ഹൈ, ഒരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇനി ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ റീഡ് ചെയ്യും. അപ്പോൾ അവിടുന്ന് ഈ ലെവലിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ചാൻസാണ് ബൈക്കുള്ളത്. അതിൽ കുറച്ചും കൂടെ താഴെ വന്നിട്ട് ഈ ലെവലിൽ, ഈ സ്വിങ്ങിൻ്റെ ഒപ്പം, ഈ സ്വിങ്ങും ഈ ലെവലും ഒന്നായതുകൊണ്ട് ഇവിടുന്ന് തന്നെയുള്ള ഒരു റീടെസ്റ്റ് വന്നാൽ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും. നമ്മൾ നിഫ്റ്റിയിൽ 23,250 സിയിൽ 152 ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 152-ൽ 11 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്, 35 പോയിൻറ്റിൻ്റെ ടാർഗറ്റ്, 1:3 മുകളിൽ ആണ് എയിം ചെയ്യുന്നത്. ഫ്ലാറ്റ് ട്രേഡിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ ഫ്ലാറ്റ് ട്രേഡിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സീറോ ബ്രോക്കറാണ് ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറയുന്നത്. സീറോ ബ്രോക്കറാണ്, ബ്രോക്കറേജ് ഒന്നുമില്ല. ഹായ്, ഇപ്പോൾ ഇതാ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പ്രൈസ് ഒന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെയാണ് നമ്മൾ കാണിച്ച ഹൈ, അതിൻ്റെ മുകളിലേക്ക് വന്ന് ഇവിടെ റീടെസ്റ്റ് ചെയ്തു. ഈ സമയത്ത് ഞാൻ സ്ക്രീനിൻ്റെ മുകളിലില്ലായിരുന്നു. ബട്ട് എനിവേ ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു സോണിൽ കിട്ടിയാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. നിലവിൽ സംഭവിച്ചത് ഇതാണ്. മാർക്കറ്റ് ഡേയുടെ ഹൈയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഉള്ളൊരു പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ ഇന്നൊരു റേഞ്ചാണ് എന്നുള്ള സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളിവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് എൻട്രി എടുക്കുക എന്നുള്ളത് റെലവൻ്റ് ആണോ, ആ ട്രേഡ് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ആ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മളല്ലാതെ ഇതിലങ്ങനെ വാശി പിടിച്ച് ഞാൻ ഇതേ ട്രേഡ് മാർക്കറ്റോടെ വന്നാൽ എങ്ങനെയാണെങ്കിലും ട്രേഡ് എടുക്കുന്നുള്ള രീതിയിലല്ല നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ ട്രേഡിന് ഇനി റെലവൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ആ ട്രേഡിന് ഇനിയും സാധ്യതയുണ്ട്, റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി വൺസ് അഗെയിൻ ഈ ഒരു രീതിയിൽ പ്രൈസ് എത്തിയാലും ഇന്നൊരു റേഞ്ചാണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ സ്റ്റിൽ ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇനിയും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ആ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നു, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ചിലപ്പോൾ തീറ്റ ഡി കെ കൊണ്ടുണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഒക്കെ കാരണം കുറച്ചും കൂടെയൊക്കെ താഴേക്ക് ഓപ്ഷനിൽ പ്രൈസ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ. അപ്പോൾ എൻട്രി ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ താഴെയാക്കി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് ഞാനതിൽ നോക്കിയതിന് ശേഷം അത് സെറ്റ് ചെയ്യും. ഒരു റേഞ്ച് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡേൻ്റെ ഹൈയിൽ അല്ലെങ്കിൽ ലോല് മാനിപ്പുലേഷനാണ്. അപ്പോൾ ഇവിടെ ഈ ഡേൻ്റെ ഹൈയിലേക്ക് മാനിപ്പുലേഷൻ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമ്മളൊന്ന് പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇനി പ്രൈസ് ആക്ഷൻ്റെ സാധ്യത എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇനി മാനിപ്പുലേഷൻ സംഭവിച്ചിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ല് ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വെയിറ്റ് ചെയ്യും നമ്മൾ. അതല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലോൻ്റെ താഴേക്കും കൂടെ പ്രൈസ് വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറുന്ന ഒരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ആയിട്ട് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തത് ഇപ്പോൾ കുറച്ച് നമ്മൾ അതിൻ്റെ എൻട്രി ലെവലൊന്ന് മാറ്റേണ്ടതായിട്ട് വരും. സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ താഴേക്കാവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ വന്നപ്പോൾ അതിനൊരു ക്ലാരിറ്റി, നമുക്കൊരു കൃത്യമായൊരു പ്ലാൻ കിട്ടുന്നു, ഒരു പ്രോബബിലിറ്റി കൂടിയ ഒരു പ്ലാൻ കിട്ടുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇതിന് താഴെ വന്നിട്ട് തിരിച്ച് കയറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം നമുക്ക് ഇവിടുന്ന് ബൈ കിട്ടും. ഇവിടുന്ന് നേരെ ഇനി താഴേക്ക് വരാതെ നേരെ ഷൂട്ടപ്പ് ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ സെല്ലിൽ നിൽക്കും. ഓക്കെ, ലെറ്റ്സ് സീ.
ഇനി കൂടുതലും സാധ്യത ഇവിടുന്ന് ഒരു ഈ റേഞ്ച് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു റേഞ്ച് കണ്ടിന്യൂ ചെയ്യും എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട്. അതെല്ലാം ഇങ്ങോട്ട് വന്നാൽ സ്റ്റിൽ നമ്മൾ ഒരു ട്രേഡ് പരിഗണിക്കും. ഇവിടെ ഈ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് പരിഗണിക്കും. രണ്ട് പ്ലാനും ഇപ്പോഴും ആക്റ്റീവാണ്. ഇതാണ് കറണ്ട് സിനാരിയോ. ഇവിടുന്ന് മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് പിടി തന്നില്ല. മാർക്കറ്റ് ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഈ ഭാഗത്ത് സെല്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞൊരു ലെവലിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് താഴെ വന്നിട്ട് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, റീടെസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഈവൻ സിംഗിൾ ക്യാനിൽ റീടെസ്റ്റ് കിട്ടിയാൽ പോലും ഇതിന് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യും. സമയം 1:35 അടുക്കുന്ന സമയത്ത് നമ്മളത് 23,300 PEയിൽ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 83.55 അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് ഇങ്ങോട്ട് റീടെസ്റ്റ് ചെയ്താൽ നമുക്ക് എൻട്രി കിട്ടും. 1:4 റിസ്ക് റിവാർഡ്. നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു ബി പെർഫെക്റ്റ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എത്തിയില്ലെങ്കിൽ ട്രേഡ് എടുക്കില്ല എന്നുള്ള തീരുമാനിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തൊട്ട് മുകളിൽ ഇവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വരെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ ട്രേഡ് എടുക്കും. നമ്മളിവിടെ മാർക്കറ്റ് ഓർഡർ ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലെവൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരെ വെയിറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ബി പെർഫെക്റ്റ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മളങ്ങനെ വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റിൽ എത്തണം എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്വാധീനത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ ആയിട്ട് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സേഫാണ്. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഡയറക്ഷൻ ശരിയാണെങ്കിൽ നമ്മൾ സേഫാണെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് എൻ്റെ അടുത്തുള്ളത്. ഇപ്പോഴത്തെ ഇൻഡൈസിലെ സ്ഥിതി ഇതാണ്. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴൊക്കെ നമ്മൾ ഒരു ട്രേഡ് എടുത്ത് എൻ്റർ ചെയ്ത ഉടനെ അല്ലെങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധ്യത ഏതൊരു ട്രേഡും ഒരു 50-50 ചാൻസ് ആണ്. ഞാൻ എൻ്റെ പ്ലാൻ ചെയ്ത റിസ്കിൽ അത്രയും ലോട്ടിൽ അത് ഒതുക്കിയിട്ടുണ്ടോ, ഇതിന് ഒരു അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ജസ്റ്റ് കൂളായിട്ട് ഇത് വൺ ഓഫ് ദ ട്രേഡാണ്. എൻ്റെ കുറേ ട്രേഡുകളിൽ വൺ ഓഫ് ദ ട്രേഡാണ്. ഇതിൻ്റെ റിസൾട്ടിൽ ഞാൻ അധികം ബോധർ ചെയ്യുന്നൊന്നുമില്ല. ഞാനങ്ങനെ യാന്ത്രികമായിട്ട് ഓരോ ട്രേഡുകൾ ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ച് എടുത്തുകൊണ്ടിരിക്കും. അതവിടെ എത്ര നേരം നമ്മൾ കാത്തു നിന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും മാർക്കറ്റിൽ കള്ളനും പോലീസും കളിയാണ് കളിച്ചിട്ടുള്ളത് അല്ലേ. മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, ഇവിടെ റീടെസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ ഇത് ബൗൺസ് ചെയ്ത് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്താൽ എൻട്രി എടുക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്തു. അത് മിസ്സായിട്ട് ഇതിനെ പിന്നീട് ഇവിടുന്ന് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്നേ ബെൻഡായി. പിന്നെ താഴെ വന്ന സമയത്ത് നമ്മൾ ഇതിന് താഴേക്ക് വന്ന് ഒന്നും കൂടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാർക്കറ്റ് നമ്മൾ അവിടുന്ന് പറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് ബൗൺസ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് ഇവിടെ വന്ന് ഇതിന് താഴേക്ക് വന്ന സമയത്ത് നമ്മൾ റീടെസ്റ്റിൽ എൻട്രി എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. റീടെസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് നമുക്ക് എൻട്രി തരില്ലായിരുന്നു. സ്റ്റിൽ പക്ഷേ നമുക്കവിടെ റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അത്രയും തവണ പേഷ്യൻസോടെ കാത്തുന്നു, അതുകൊണ്ട് ഈ ട്രേഡ് എനിക്ക് അനുകൂലമാവണം എന്നുള്ള ആ രീതിയിലുള്ള ഒരു ഒബ്സഷനൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അത് മാർക്കറ്റിൻ്റേതായിട്ടുള്ള വേ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു നേച്ചറുണ്ട്. അപ്പോൾ അതിൽ ചില സമയത്തൊക്കെ നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ട്രേഡ് നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ നമ്മൾ ഒരു 4 ട്രേഡിലെ ലോസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ഒരു 4 ട്രേഡിൽ പിന്നീട് ലോസ് ബുക്ക് ചെയ്താലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 1:4 ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺട്രോൾ ഉള്ളത്. ബാക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിലൊന്നും നമുക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത് ഒരു കോൺഷ്യസ് തോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഗ്രൂപ്പിൽ ഒക്കെ ട്രേഡ് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ട് ഒക്കെ നമ്മൾ സജീവമായിട്ട് സ്ക്രീനിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇടയ്ക്ക് സ്വിങ്ങിൻ്റെ ഓപ്പോസിറ്റുകൾ ഷെയർ ചെയ്യണം. ഡിസ്കോഡിൽ മാർക്കറ്റ് ബേറിഷ് ആയതുകൊണ്ട് ഇപ്പോൾ സ്വിങ്ങൊക്കെ നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം തോന്നുന്നു. നമ്മൾ ഓപ്പർച്യൂണിറ്റികൾ നോക്കിയിരുന്നു. ഇത് ലൈവാണ്, നമ്മുടെ മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ട്. ബട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്ക്രീനിൻ്റെ മുന്നിലിരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് സോഫാർ നമുക്ക് ഫേവറായിട്ട് നീങ്ങുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് 2 ക്യാൻഡിലുകൊണ്ട് 3 ക്യാൻഡിലുകൊണ്ട് നമ്മൾ 1:2 എത്തി നിൽക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഇമോഷനെ പറ്റിയിട്ട് അവെയർ ആവുക. ഒന്നുകിൽ നമുക്ക് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ റിസ്കിൻ്റെ എന്താണോ ആ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. ഇവിടെയാണ് ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇമോഷണലി എന്തെങ്കിലും ആക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക.
ഇനി കൂടുതൽ മാർക്കറ്റിനെ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തതിനു ശേഷം കൂടുതൽ അനലൈസ് ചെയ്യാതെ നിൽക്കുക. നമ്മൾ ഈ ട്രേഡിന് മുമ്പ് കുറേ അധികം അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ അനാലിസിസിൽ വിശ്വസിക്കുക, വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതിൻ്റെ പിറകിൽ ഒരു സൈക്കോളജി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു ബയസുമായിട്ട് ബന്ധപ്പെട്ട സ്വാധീനം മാർക്കറ്റ് കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒറ്റയടിക്ക് താഴേക്ക് ബെൻഡാവുന്നു, ഇവിടുന്ന് ഒറ്റയടിക്ക് താഴേക്ക് ബെൻഡാവുന്നു. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് ഇനി ഇവിടുന്ന് ഈ ബെൻഡ് ആവുന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി എടുക്കണം എന്ന് തോന്നിയ ഒരാളുടെ സ്റ്റോപ്പ് ലോസ് ഇത് ഹിറ്റ് ചെയ്യാനാണ് എടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത. കുറഞ്ഞ പോയിന്റിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഒരാളാണെങ്കിൽ, ഈ ലെവലിൻ്റെ മുകളിലൊക്കെ വെച്ച ഒരാളാണെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നാനുള്ള ഒരു കാരണം, ഇവിടുന്ന് ഒറ്റയടിക്ക് ബെൻഡായി, ഇവിടുന്ന് ഒറ്റയടിക്ക് ബെൻഡായി. അപ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ ഇതേപോലെ ഒറ്റയടിക്ക് ബെൻഡാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഓഫ് റിസൻസി ബയസ്. റിസൻസി ബയസിൻ്റെ സ്വാധീനം കൊണ്ട് ഇനി ഇവിടെ ഇതേപോലെ ബെൻഡാവുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറേ ആളുകളെ ട്രാപ്പിലാക്കാൻ വേണ്ടി മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലും കൂടിയാണ് നമ്മൾ ആ ഉദ്ദേശിച്ചൊരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്, റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അവിടെ ഒരു മൊമെൻറ്റിൽ മനസ്സിൽ ഇവിടുന്ന് ഈ ഒരു ആക്ഷൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൊരു തോന്നൽ വന്നിരുന്നെങ്കിലും സ്പോട്ടിൽ നമ്മൾ നോളേജ് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടാണ് അങ്ങനെയല്ല. അപ്പോൾ അതൊരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയതും ഈ എൻട്രി കിട്ടിയതും. സോ ഫാർ എൻട്രി കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സമയം 3 മണിയോടെ അടുക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നില്ല. നമ്മൾ എൻട്രി ചെയ്തതിനു ശേഷം ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടി. അവിടെ ജസ്റ്റ് 1:2.5 88 നമ്മൾ എൻട്രി കിട്ടിയത്. 88 എൻട്രി കിട്ടി, അത് 110 വരെ പോയി എന്ന് പറയുമ്പോൾ 20 പോയിന്റ്. 1:2 ഒക്കെ എത്തിയിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തു. അപ്പോൾ നമ്മൾ 3 മണിയോടെ എടുക്കുന്നു. അപ്പോൾ പിന്നെ കോസ്റ്റിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് തരാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. 3 മണിയായ സമയത്ത് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. പുതുതായിട്ടൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചൊരു പ്രധാന ലേണിംഗ് പേഷ്യൻസ് ആയിരിക്കും എന്ന് കരുതുന്നു ഞാൻ. ഓരോ ഏരിയയിലും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയും ട്രേഡ് മിസ് ചെയ്യുകയും പിന്നീട് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും അത് പ്രത്യേകിച്ചൊരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ അവസാനിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ വളരെ സ്വാഭാവികമാണ്. ഇങ്ങനെ കുറേ അധികം ട്രേഡുകൾ ചെയ്തതാണ് നമ്മുടെ ട്രേഡിംഗ് കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നിരാശ പൂണ്ട് മാർക്കറ്റിൻ്റെ കൂടെ ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ ചെയ്തിരുന്ന അബദ്ധം, ഒന്നാം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യില്ല, എന്നാൽ പിന്നെ ഈ മൂവ് ഇവിടുന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യാം എന്ന് കരുതി ചെറിയ ചെറിയ ട്രേഡുകൾ 10ഉം 100ഉം ട്രേഡുകൾ എടുക്കുന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. 100 എന്നൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണ്, 100 10 30 ട്രേഡുകളൊക്കെ എടുത്തിരുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത്തരം ഒരു ബിഗിനർ ബിഹേവിയർ എന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഒരു ബിഗിനേഴ്സൊക്കെ അത്തരം നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ നേച്ചർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പേഷ്യൻസോടെ നമ്മുടെ സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അവസരങ്ങൾ അത്ര പേഷ്യൻസോടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും നിരാശ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിരാശ വരും, പക്ഷെ അതിനെ അത്ര ഗൗരവത്തിലെടുക്കേണ്ട. നിരാശയുടെ പുറത്ത് ആക്ഷനിലേക്ക്, ഇല്ലോജിക്കലായിട്ടുള്ള ആക്ഷനിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ലേണിംഗ്. നമ്മൾ ജസ്റ്റ് സിംഗിൾ ഒറ്റ ഓർഡറാണ് എടുത്തത്, നമ്മളത് കോസ്റ്റിലാണ്, അപ്രോക്സിമേറ്റ് കോസ്റ്റിലാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സൈക്കോളജി സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈക്കോളജി സീരീസിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട്, യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മൾ ഈ രീതിയിലുള്ള ട്രേഡുകൾ, ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്കോഡിൽ. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഡിസ്കോഡിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ 18% ആളുകൾ മാത്രമേ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത പല ആളുകൾക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ, സി യു.